ഹലോ ഗൈസ്, മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ദിനേശിനെയാണ് കാണിക്കുന്നത്. ചിലർക്കൊക്കെ എന്തോ സൂപ്പർ പവർ ഉണ്ടാവും എന്നൊക്കെ പറയൂല്ലേ. അതുപോലെ തന്നെ ദിനേശിനും ഒരു സൂപ്പർ പവർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ അവനെ ഒരു പ്രാവശ്യം കണ്ടവര് പിന്നെ അവനെ ഓർക്കത്തേ ഇല്ല. അവൻ എല്ലാവരുടെ മുന്നിലും എപ്പോഴും ഇൻവിസിബിൾ ആണ്. അവനെ ഓർത്തെടുക്കാൻ പറ്റുന്ന അത്ര കമ്പനി ആയിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. അവനൊരു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി പോലും അവനെ കണ്ട് തിരിച്ചറിയുന്നില്ല. 2 വർഷമായി അവൻ ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എന്നാൽ പോലും ദിവസേന നീ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ആ ഒരു സെക്യൂരിറ്റി ചോദിക്കായിരുന്നു. ബാക്കി ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മീര എന്ന് പറഞ്ഞ പെൺകുട്ടി അവളും അവനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവൻക്ക് അവളെ വലിയ ശ്രദ്ധയായിരുന്നു. അവൾ അവനെ ശ്രദ്ധിക്കാത്തതാണ് അവനക്ക് ഏറ്റവും സന്തോഷം. കാരണം അവൾ എങ്ങാനും അവനെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനക്ക് അവളെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. ലത് മനസ്സിലായല്ലോ അല്ലെ. അവനക്ക് മീരയെ വലിയ ഇഷ്ടമാണ്. കാരണം മീര ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കാറ്. അത് മാത്രമല്ല എല്ലാരോടും അവൾക്ക് നല്ല ദയായിരുന്നു. ഇവളെല്ലാരോടും ഫ്രണ്ട്ലി ആണെങ്കിലും ദിനേശ് നേരെ തിരിച്ചാണ്. അവൻ ആരോടും മിണ്ടാറില്ല. ദിനേശിന്റെ അമ്മ അവൻക്കായി ഒരുപാട് പെൺകുട്ടികളെ നോക്കുന്നുണ്ടെങ്കിലും അവൻ എല്ലാവരെയും അവോയ്ഡ് ചെയ്തു പോവാണ്. അവനക്ക് ആ ഒരു പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാത്തോണ്ടൊന്നല്ല, പക്ഷെ ഒരു പെണ്ണുങ്ങൾക്കും അവൻ ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അവനക്ക്. രാവിലെ വർക്കില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ മീര അവനോട് വന്ന് സംസാരിക്കുന്നതായി അവൻ പകൽ സ്വപ്നം കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പകൽ സ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പോൾ മീരയുടെ ലാപ്ടോപ്പിൽ എന്തോ പ്രിന്റ് ഔട്ട് വരുന്നില്ല എന്നും പറഞ്ഞ് മീര അവനോട് ശരിയാക്കി തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവനൊരു നെട്ടിലോടുകൂടി തന്നെയാണ് മീരയുടെ കൂടെ ആ ഒരു ലാപ്ടോപ്പ് ശരിയാക്കാനായിട്ട് പോകുന്നത്. മീര ആണെന്ന് വെച്ചാൽ വാ തോരാതെ അവനോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾക്ക് ജപ്പാനിലേക്ക് പോകുന്നതായിരുന്നു ഏറ്റവും വലിയ ഡ്രീം. അതുപോലെ തന്നെ അവളുടെ ഡ്രീം ലിസ്റ്റ് എഴുതി അവൾ ആ ഒരു ഡെസ്കിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം ദിനേശിനോട് അവൾ പറയുന്നുണ്ട്. മീരയുടെ അച്ഛൻ ആർമിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ജപ്പാനെ കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവായിരുന്നു അവൾക്ക്. 6 സ്നോമിക്കോടെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ബൊമ്മയാണത്. ഇനി ഒരെണ്ണം കൂടി അവൾക്ക് കിട്ടാനുള്ളൂ. ഇതിനെ കുറിച്ച് ദിനേശിനും അറിയായിരുന്നു. അവളുടെ അച്ഛൻ കഴിഞ്ഞാൽ സ്നോമിക്കോനെ കുറിച്ച് അറിയാവുന്ന 2ാമത്തെ വ്യക്തിയായിരുന്നു ദിനേശ്. ലാപ്ടോപ്പ് ശരിയായതിനു ശേഷം ദിനേശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മീര താങ്ക്സ് ദിനേശ് എന്ന് പറയുന്നുണ്ട്. തന്റെ പേര് അവൾക്ക് എങ്ങനെ അറിയാമെന്നുള്ള ഒരു ലുക്ക് അവൻ കൊടുക്കുമ്പോൾ അവന്റെ ID കാർഡ് കണ്ട് മനസ്സിലാക്കിയതാണെന്ന് അവൾ ആക്ഷൻ ഇടുന്നുണ്ട്. തന്റെ പേര് തെറ്റിക്കാതെ തന്നെ ഓർത്തു വെച്ച് പറയുന്നതിൽ ഒരേ ഒരാളാണ് ഇപ്പൊ മീര. അവൻക്കിപ്പോ മീരയോട് സംസാരിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് അവന് ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് നോക്കുന്നുണ്ട്. ഒരു കോഫി കുടിക്കാൻ പോകാമെന്ന് ചോദിക്കാനായി ദിനേശ് മീരയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവള് വരുന്നുണ്ട്. പക്ഷെ അവൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരാളുടെ ലാപ്ടോപ്പ് ശരിയാക്കി തരാൻ പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. നേരെ മീര അവളുടെ ബോസ് ആയിട്ടുള്ള നകുലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നകുൽ ഭയങ്കര സീരിയസ് ആയിട്ട് ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഇതുവരെ മത്തിയായില്ല റിതു, ഇനിയെങ്കിലും എന്നെ എന്റെ ഫാമിലിയെ വെറുതെ വിട്, എനിക്ക് ഡിവോഴ്സ് വേണമെന്നാണ് അയാള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ വിഷയമായതുകൊണ്ട് തന്നെ മീര പുറത്തു പോകണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നകുല് വേണ്ട അകത്തേക്ക് കയറി വരാനായിട്ട് പറയുന്നുണ്ട്. നകുൽ അവന്റെ ഭാര്യനായിട്ട് ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഭാര്യ അവനക്ക് ഡിവോഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ദേഷ്യത്തിൽ അവൻ ആ ഒരു ഫോൺ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അവനെ ഇപ്പോ സമാധാനിപ്പിക്കുന്നത് മീരയായിരുന്നു. ഏക സമാധാനം അവൻക്ക് ഈ ഒരു ജീവിതത്തിലേക സമാധാനം മീര മാത്രമാണെന്നാണ് നകുൽ അവളോട് പറയുന്നത്. ലഞ്ച് കഴിക്കാനായി അവളെ ക്ഷണിക്കുന്നുണ്ട്. അവളും ഒക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി എന്തോ മീറ്റിംഗ് ലഞ്ച് ആണെന്ന് പറഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് പോകുന്നത്. അവരെ കണ്ട മറ്റു കൊളീഗ്സ് ഒക്കെ ഇപ്പൊ ആഴ്ചയില് 2ാമത്തെ വട്ടമാണ് മീറ്റിംഗ് ലഞ്ചിന് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അവർ തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് ആ ഒരു ഓഫീസിലുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. നകുലിന്റെ ഒരു സഹതാപത്തോടു കൂടിയാണ് അവരെല്ലാവരും കാണുന്നത്. കാരണം ഭാര്യ അത്രയും ടോർച്ചറിങ് ആയിരുന്നു. ആ സമയത്ത് മീരയെ ആ ഒരു സാറ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് കൊളീഗ്സ് എല്ലാവരും പറയുന്നത്. ഇങ്ങനെ എല്ലാം കമ്പനിയിലുള്ള സ്റ്റാഫുകൾ സംസാരിക്കുന്നത് ദിനേശ് കേൾക്കുന്നുണ്ടായിരുന്നു. അവനും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മീര നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളൊരു സ്മാർട്ട് ആയ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നകുൽ സാറ് തന്നെയാണ് അവൾക്ക് മാച്ച് ആയിട്ടുള്ളത്. അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിലൊരു ചെറിയ വിഷമം. നകുലിന്റെ കൂടെ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ മീര വളരെ സന്തോഷത്തോടുകൂടി അവളുടെ കൂട്ടുകാരിയോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ തലേ ദിവസം വരെ നകുലിന് ഡിവോഴ്സ് കിട്ടാത്തതിന്റെ കാര്യം ആലോചിച്ച് കല്യാണം കഴിഞ്ഞ ഒരാളെ സ്നേഹിക്കുന്നതൊക്കെ ആലോചിച്ച് അവൾ കരയായിരുന്നു. പക്ഷെ അവന്റെ കൂടെ ഇപ്പൊ പുറത്തു പോയപ്പോ അവള് വളരെ ഹാപ്പിയാണ്. നീ ഹാപ്പി ആവുന്ന കാര്യം എന്തായാലും നീ അത് ചെയ്യുന്ന ആ ഒരു കൂട്ടുകാരി അവളെ ഉപദേശിക്കുന്നുണ്ട്. പിറ്റേ ദിവസം നകുല് സ്റ്റാഫുകളോടെല്ലാം അവരുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടില്ല എന്നും അതുകൊണ്ട് ബോണസ് ഒന്നും ഉണ്ടാവൂല, അതുപോലെ തന്നെ അവര് ഗോവയിലേക്ക് പോകാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു എന്നും പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും വിഷമിക്കുകയാണ്. ഇവരെല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത് കണ്ട നകുല് ഒരു സർപ്രൈസ് പോലെ നമ്മളെ ടാർഗറ്റ് നമ്മ 160% അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്നും ഗോവ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ജപ്പാനിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്, അതും 5 ദിവസത്തേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. മീരയും ജപ്പാനിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവളും സന്തോഷിക്കുകയാണ്. മീരയുടെ അടുത്തേക്ക് നകുല് വന്നതിന് ശേഷം അവൻ പറയുന്നുണ്ട് 5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പോകും, പക്ഷെ നമ്മ മാത്രം പോകുന്നില്ല, നമ്മ എക്സ്ട്രാ 2 ദിവസം അവിടെ നിൽക്കും, സൽപോറ സ്നോ ഫെസ്റ്റിവല് നമ്മ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. മീരയുടെ ആ ഒരു ഡ്രീം ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു സ്നോ ഫെസ്റ്റിവൽ കാണണം എന്നുള്ളത്. അവൾക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ഇവൻ ഇതെല്ലാം ചെയ്യുന്നത് മീരയ്ക്ക് വേണ്ടി ആയിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടുകൂടി ജപ്പാനിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. ഈ ഒരു സമയത്തെല്ലാം മീര നകുലും ഒന്നിച്ചാണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അവൾക്കൊരു മെഷീനിൽ നിന്ന് സ്നോമിക്കോ കിട്ടുന്നുണ്ട്. പക്ഷെ അത് അവളുടെ കളക്ഷൻ
കണ്ടീഷനിലുള്ളത് തന്നെ ആയിരുന്നു. പറഞ്ഞല്ലോ അവളുടെ കയ്യിൽ 6 സ്നോമിക്കോസ് ഉണ്ട്, ഇനി ഒരെണ്ണം കൂടി അവൾക്ക് കിട്ടാനുള്ളൂ. അതല്ല അത്, അവൾ അതുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അത് എനിക്ക് തായൊന്ന് നകുൽ പറയുന്നുണ്ട്. പക്ഷെ അവളുടെ ഫേവറേറ്റ് ഒരു സാധനമായിരുന്നു ഈ സ്നോമിക്കോ. അത് അവൾ ആർക്കും കൊടുക്കാറില്ല, തരില്ല എന്ന് പറഞ്ഞ് അത് അവളുടെ കയ്യിൽ തന്നെ വെക്കുന്നുണ്ട്. നകുൽ അപ്പൊ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക, അപ്പൊ നിനക്ക് അത് കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല, അത് സമയമാകുമ്പോ എന്റെ കയ്യിൽ തന്നെ വരുന്നാണ് മീര പറയുന്നത്. അതുവരെ അവള് വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. ജീവിതത്തിൽ അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ് മീര. അവര് രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണ്ട് ദിനേശിന് നല്ല സങ്കടം തോന്നുന്നുണ്ട്. നകുലിന്റെ ഭാര്യ ഋതു ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്യാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ സന്തോഷത്തിലായിരുന്നു ഇപ്പൊ മീരയും നകുലും. ദിനേശ് അവിടെ ഒരു ബെല്ല് കാണുന്നുണ്ട്. അവരുടെ ആ ഒരു ജപ്പാനിലെ വിശ്വാസപ്രകാരം ആ ഒരു ബെല്ല് അടിച്ചിട്ട് നമ്മ എന്ത് വിഷ് പറഞ്ഞാലും അത് നടക്കുമെന്നാണ്. നമുക്ക് കിട്ടാതെ പോയ സ്നേഹം പോലും തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അവൻക്ക് അതിൽ പ്രത്യേകിച്ച് വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും നകുലനും മീരയും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടിട്ട് അവൻ ആ ഒരു ബെല്ലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ ആ ഒരു ബെല്ല് അടിക്കുന്നില്ല, പക്ഷെ അവന്റെ മനസ്സിൽ വിഷ് ചെയ്യുന്നുണ്ട് മീര എന്റെ ഗേൾ ഫ്രണ്ട് ആവണം, മിനിമം ഒരു ദിവസമെങ്കിലും അവളെ എനിക്ക് ഗേൾ ഫ്രണ്ട് ആയി കിട്ടണമെന്ന്. അവൻ ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ ആരോ അവനെ വിളിച്ചതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ബെല്ല് താനെ റിംഗ് ചെയ്യാണ്. ഇപ്പൊ പിറ്റേ ദിവസം എല്ലാവരും ഏതോ ഒരു സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ നകുലിന്റെ ഭാര്യയായിട്ടുള്ള ഋതു എത്തുന്നുണ്ട്. പക്ഷെ ഋതു വന്നപ്പോഴാണ് കൊളീഗ്സിനൊക്കെ മനസ്സിലാവുന്നത് നകുല് പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങള്. അവര് രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നു. നകുലിനെ കണ്ടപാടെ ഋതു കെട്ടിപ്പിടിക്കുന്നുണ്ട്. സർപ്രൈസ് ആണെന്നുള്ള രീതിയിലാണ് അവള് സംസാരിക്കുന്നതല്ല. അതായത് നകുലും അവളും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. ആദ്യം ഋതുവിനെ കണ്ട് നകുലൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. നിനക്ക് വേറൊരു റൂം ബുക്ക് ചെയ്യട്ടെ അവൻ ചോദിക്കുമ്പോൾ അതെന്തിനാ വേറെ റൂം, നമുക്ക് ഒന്നിച്ച് നിന്നാ പോലെ എന്നാണ് ഋതു ചോദിക്കുന്നത്. ശരിയാണ്, ഭാര്യയും ഭർത്താവുമ്പോ ഒന്നിച്ചല്ല നിൽക്കണം. അങ്ങനെ അവര് രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നത് ബാക്കിയുള്ള സ്റ്റാഫ്സ് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കാണ്. കാരണം അവരെല്ലാവരും വിചാരിച്ചിരുന്നത് ഋതു ഒരു രാക്ഷസിയാണെന്നാണ്. ഇത് കണ്ട് അവിടേക്ക് മീരയും വരുന്നു. അവളും ആകെ ഷോക്ക് ആവാണ്. ഇപ്പൊ ഋതു വന്നതുകൊണ്ട് തന്നെ അവളുടെ ലഗേജ് ഒക്കെ മീരയോട് റൂമിലേക്ക് എത്തിക്കാനായി നകുല് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ ആ ഒരു സ്പോട്ട് കാണാൻ പോകുമ്പോഴെല്ലാം നകുലും ഋതുവും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. അതും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇതെല്ലാം കൊളീഗ്സ് നോക്കുന്നുണ്ടായിരുന്നു. ഇവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, അവരെന്ത് സ്വീറ്റ് കപ്പിൾസ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. മീര ആ ഒരു സ്പോട്ട് കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് തലവേദനയാണെന്നാണ് പറഞ്ഞിരുന്നത്, എന്നാൽ അതൊന്നും അല്ലായിരുന്നു. കൊളീഗ്സിന് എല്ലാവർക്കും ആദ്യം മീരയുടെ കാര്യം ആലോചിച്ച് ഒരു വിഷമമൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അവർ മീരയെ അതും ഇതും പറഞ്ഞ് കളിയാക്കുകയാണ്. അതായത് ഇവര് പോയി കഴിഞ്ഞ് 2 ദിവസം എക്സ്ട്രാ അവര് ഇവിടെ താമസിക്കണം എന്നായിരുന്നല്ലോ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോ ഭാര്യയും ഭർത്താവും മീരയും കൂടി ഒന്നിച്ച് താമസിക്കും എന്നൊക്കെ അവർ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ബാക്കിൽ ഇരുന്നിരുന്ന ദിനേശ് കേൾക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മീര അവിടെ ഇല്ല. അവള് വന്നിട്ട് അവിടെ ഉള്ള വെയിറ്ററിനോട് റൂമിലൊക്കെ ഫുഡ് കൊണ്ടുതരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ റൂം സർവീസ് ഇല്ലാത്തതുകൊണ്ട് അവളോട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനായിട്ട് ആ ഒരു വെയിറ്റർ പറഞ്ഞ് അവൾക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകാണ്. ആ സമയത്ത് അവിടെ ഒരു സീറ്റ് മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിലോ നകുലിന്റെ അടുത്തുള്ള ഒരു സീറ്റ് ആയിരുന്നു. അവളെ എങ്ങാനും അവിടെ കൊണ്ട് ഇരുത്തോന്ന് വിചാരിച്ച് ആ ഒരു സിറ്റുവേഷൻ അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയാതെ ദിനേശ് വേഗം തന്നെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മീര അവിടേക്ക് എത്തിയതും അവിടെ സീറ്റ് ഇല്ലാത്തത് കണ്ട് വെയിറ്റർ അവളോട് സോറി പറയാണ്. ഇത് കണ്ടു നിന്ന ഋതു ഭയങ്കര സ്വീറ്റ് ആയിട്ട് തന്നെ അത് കുഴപ്പമില്ല, വേറൊരു ചെയർ എടുത്തിട്ടോ ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. മീര എത്ര പോകാനായിട്ട് ശ്രമിച്ചിട്ടും ഋതു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ എല്ലാവരോടും അത്രയും നൈസായിട്ടാണ് പെരുമാറിയിരുന്നത്. അവരുടെ വർത്താനത്തിൽ നിന്നാണ് ഋതു 4 മാസം പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മീര അറിയുന്നത്. അത് അവൾക്ക് സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആരും കാണാതെ അവൾ ഒരുപാട് കരയുന്നുണ്ട്. പക്ഷെ ഇത് ദിനേശ് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് സങ്കടം തോന്നാണ്. ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് നകുൽ അവിടെ ഇരുന്നിരുന്നത്. പിറ്റേ ദിവസം ഇവരെല്ലാവരും തിരിച്ചു പോകേണ്ട ഒരു ദിവസം എത്തിയേക്കാണ്. മീര മാത്രം അവരുടെ കൂടെ പോകുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഓൾറെഡി എക്സ്ട്രാ 2 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മീര ഒറ്റക്ക് അവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുകയാണ്. നകുല് അവളെ കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലും ഇല്ല. തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് അവൻ ടോക്കിയോയിലേക്ക് പോകുന്നുണ്ട്. ഇതറിഞ്ഞ ദിനേശ് എന്ന അവരുടെ കൂടെ പോകാതെ മീരയ്ക്ക് കാവലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി അവൻക്ക് അങ്ങനെ ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നല്ലോ. അവൻ ആ ഒരു ബസ്സിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം അവരാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനൊരു ഇൻവിസിബിൾ മാൻ അല്ലേ, അവനെ അന്വേഷിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വിഷമത്തില് മീരയാന്ന് വെച്ചാൽ വല്ലാതെ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അവളിപ്പോ ബോധമില്ലാതെയാണ് ഓരോ സ്ട്രീറ്റിലൂടെയും നടക്കുന്നത്. അവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ദിനേശ് അവളുടെ പിന്നാലെ നടക്കാണ്. അങ്ങനെ അവള് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നകുല് അവൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും അവളോട് പറഞ്ഞ നുണകളും ഒക്കെ ആലോചിച്ച് അവള് വിഷമിച്ച് അവിടെ നിന്ന് എങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. നല്ല മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് അവള് പോകുന്നത്. പിന്നാലെ ദിനേശും പോകുന്നുണ്ടെങ്കിലും മരങ്ങൾക്കിടയിലേക്ക് അവള് മറിഞ്ഞു പോകാണ്. അവിടെ ഭയങ്കര മഞ്ഞായതുകൊണ്ട് തന്നെ ദിനേശിന് അവളെ കണ്ടെത്താനായിട്ട് ആകുന്നില്ല. ഒന്നാമതേ അവള് കുടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഒട്ടും തന്നെ ബോധം ഉണ്ടായിരുന്നില്ല. ആ ഒരു മഞ്ഞിന്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്ന മനസ്സിലാക്കിയ ദിനേശ് റെസ്ക്യൂ ടീംസിനെ ഈ ഒരു
വിവരം അറിയിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി മീരയെ അവിടെ അന്വേഷിക്കാണ്. അവസാനം മഞ്ഞിൽ നിന്ന് ബോധമില്ലാത്ത മീരയെ അവിടേക്ക് കിട്ടുന്നുണ്ട്. നേരെ അവളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഡോക്ടറും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും വിചാരിച്ചിരുന്നത് ദിനേശ് അവളുടെ ഭർത്താവാണ് എന്നാണ്. ട്രീറ്റ്മെന്റിന് ശേഷമാണ് മനസ്സിലാവുന്നത് അവൾക്ക് ഇപ്പോൾ TGA ബാധിച്ചിരിക്കുകയാണ്, അതായത് ടെമ്പററി അപ്നീഷ്യ. അവൾക്ക് ഇന്ന് നടക്കുന്ന, അതായത് ഇന്ന് ഈ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കൂല. ഇതിനു മുന്നേ അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഒരു ഘട്ടം വരെ മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഉള്ളതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവളുടെ അച്ഛനെയും അമ്മയെയും, അമ്മയുടെ പേരും അച്ഛന്റെ പേരും, അച്ഛൻ ആർമിയിലായിരുന്നു എന്നെല്ലാം അവൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവൾ മൈക്കോമില് ജോലി ചെയ്യുന്നുണ്ടെന്നോ അവള് ജപ്പാനിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പോലും അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവളുടെ മൈൻഡിൽ ഇപ്പൊ അവള് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഓർമ്മ പോയിട്ടുണ്ടെങ്കിലും ഇത് ടെമ്പററി മാത്രമാണ്. ഒരു ദിവസം മാത്രമേ ഈ ഒരു ഓർമ്മക്കുറവ് ഉണ്ടാവുള്ളൂ. നാളെ ആവുമ്പോൾ അവളുടെ എല്ലാ ഓർമ്മകളും പഴയതുപോലെ തന്നെ ആകും. പക്ഷെ ഇന്നൊരു ദിവസം നടക്കുന്ന സംഭവങ്ങളൊന്നും അവൾക്ക് പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആലോചിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഡോക്ടർ ദിനേശിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീരയോടും ഇത് പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മീരയുടെ ഭർത്താവാണ് ദിനേശൻ എന്നാണല്ലോ. പക്ഷെ അവൻ ഈ ഒരു കാര്യം മീരയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അതിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ബോയ് ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. മീരക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ആരാണ് ബോയ് ഫ്രണ്ട് അല്ലാത്ത ഒന്നും അവൾക്ക് ഓർമ്മ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതൊരു അസുഖമായിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നൊരു ദിവസം മാത്രം ഉണ്ടാവുന്ന ഒരു ഓർമ്മക്കുറവ്. അതുകൊണ്ട് അവളെ അധികം സ്ട്രെസ് ചെയ്യിപ്പിക്കരുതെന്നോ കൂടുതൽ ഓർമ്മിപ്പിച്ചെടുക്കാനായിട്ട് പറയരുതെന്നൊക്കെ ഡോക്ടർ ദിനേശിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അവള് സ്ട്രെസ് ആവാതിരിക്കാൻ ദിനേശുമായിട്ട് അവള് റിലേഷൻഷിപ്പിലാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഈ ഒരു ജപ്പാനിലേക്ക് വന്നപ്പോൾ എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവൾക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോയില് നകുലിന്റെ കൂടെയാണ് അവള് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കാതെ ഇയാളുടെ കൂടെ നിൽക്കുന്നതെന്ന് അവള് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി ആയിട്ട് ദിനേശ് പറയുന്നത് അവരുടെ പ്രണയം ഓഫീസിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്നാണ്. അവര് രഹസ്യമായിട്ടാണ് ഇത് കൊണ്ടുപോയത് അത്ര. അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇവര് 2 ദിവസം എക്സ്ട്രാ ഇവിടെ തങ്ങാൻ വേണ്ടി നിന്നതാണെന്നും ആ 2 ദിവസം ജപ്പാനിലുള്ള ഹൊക്കൈഡോ മുഴുവൻ ചുറ്റിക്കാണാനാണ് അവരുടെ പ്ലാൻ എന്നും പറഞ്ഞ് അവളുടെ ആ ഒരു ഡെസ്കിൽ ഉണ്ടായിരുന്ന അവളുടെ ഡ്രീം ലിസ്റ്റ് ദിനേശ് അവൾക്ക് എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവൾക്ക് ആ കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ജപ്പാനിലേക്ക് വരണം എന്നുള്ളത്. മീരയുടെ ഫോൺ ഇപ്പോ ദിനേശിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മീരയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അവനക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അതിലെങ്ങാനും ഇനി നകുലിന്റെയും അവളുടെയും ഫോട്ടോസ് ഉണ്ടാവോ എന്നുള്ള പേടിയായിരുന്നു ദിനേശന്. പക്ഷെ അവളുടെ ഫോൺ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോൺ കടയിലേക്ക് പോയി അത് ശരിയാക്കണമെന്ന് അവൾ കരുതുന്നുണ്ട്. അതിനു മുന്നേ അവൾക്ക് അമ്മയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ദിനേശിന്റെ ഫോണിൽ നിന്ന് അവൾ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മ പറയുന്നത് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ 2 പേരും ഒന്നിച്ച് താമസിക്കുന്നതിൽ എനിക്ക് അഭിപ്രായം ഇല്ലാന്നാണ്. അതായത് അമ്മയോട് പറഞ്ഞിട്ട് തന്നെയാണ് മീര നകുലിന്റെ കൂടെ പോയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അമ്മ നകുലിനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ നകുലിന് മാത്രമാണ് ആ ഒരാളുടെ പേരെന്നും എല്ലാം സോർട്ട് ഔട്ട് ആയതിനു ശേഷം അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്നുമാണ് അവൾ അമ്മയോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ തന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് നകുൽ എന്നാണെന്ന് മനസ്സിലാക്കിയ മീര ദിനേശിനോട് നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്കൊന്ന് കൺഫേം ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ട് ദിനേശ് ഇപ്പോ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവളോട് പേര് നകുൽ എന്നാണ് പറയുന്നത്. അവര് താമസിക്കുന്ന ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് അവര് നടന്നാണ് പോകുന്നത്. മീരയുടെ ചിന്താഗതി ഇപ്പൊ എന്തായിരിക്കും മനസ്സിലാക്കിയ ദിനേശ് അവളോട് ഇന്ന് ഒരു ദിവസത്തേക്ക് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതായത് അവര് ലവേഴ്സ് ആണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് ബ്രേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നാളെ മുതൽ എല്ലാം പഴയതുപോലെ ആയിക്കോളൂല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും മീരക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അവളൊരു അപരിചിതനെ പോലെ ആയിരുന്നല്ലോ ദിനേശിനെ കാണുന്നത്. ആ ഒരു തങ്ങട് മാറി കിട്ടുന്നുണ്ട്. അവളുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരുന്ന ആ ഒരു പേപ്പറിലെ ഒരു ആഗ്രഹമായിരുന്നു ഒത്താരോ മ്യൂസിക് ബോക്സ് മ്യൂസിയത്തിൽ പോണെന്നുള്ളത്. അവരതിന്റെ നേരെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ദിനേശിനെയും കൂട്ടിക്കൊണ്ട് മീര അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ഒരു കുട്ടി അവന്റെ നേരെ എന്തോ എടുത്ത് എറിയാനായിട്ട് പോയതും പേടിച്ചു പോയ അവൻ എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോവാണ്. 2 ലക്ഷം രൂപയോളം അവൻ അവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആകെ അവന്റെ ലിമിറ്റ് 2 ലക്ഷമാണ്. പക്ഷെ അവൻ അത് 1 ലക്ഷം കൂടി എക്സീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കറങ്ങാൻ പോകാനുള്ള പൈസ അതിലുണ്ടായിരുന്നു. അവരങ്ങനെ വരുന്ന വഴിക്ക് ഒരു കുട്ടിയെ വണ്ടി ഇടിക്കാനായിട്ട് പോകുന്നുണ്ട്. ദിനേശ് അവന്റെ ലൈഫ് റിസ്കിൽ വെച്ചിട്ട് ആ ഒരു കുട്ടിയെ രക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടു നിന്ന മീനയും അവൻ ഇത്രയും റിസ്ക് എടുത്തോണ്ട് അവനോട് ദേഷ്യപ്പെടാണ്. ഇതിനെ കുറിച്ച് അവൾ അവനോട് സംസാരിക്കുമ്പോൾ ഇന്നലെ മുതൽ അവര് 2 പേരും ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ 2 പേരും ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. നിന്റെ ജീവൻ പോലും നോക്കാതെ നീ എന്തിനാണ് ആ ഒരു കുട്ടിയെ രക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വണ്ടിക്കാരന്റെ സൈക്കോളജി അനുസരിച്ച് 70% അയാളെ വണ്ടി നിർത്തുമായിരുന്നു എന്ന് അവനക്ക് അറിയായിരുന്നു അത്രേ.
അപ്പൊ ആ ഒരു കുട്ടി ആയിരുന്നപ്പോഴും വണ്ടി നിർത്തേണ്ടതല്ല, പക്ഷെ കുട്ടികൾ ചെറുതല്ലേ, അതുകൊണ്ട് കാണില്ല. ഇവനാവുമ്പോ കാണുമല്ലോ, അതുകൊണ്ടാണ് ആ ഒരു റിസ്ക് എടുത്തതെന്നും പറഞ്ഞ് അവര് സംസാരിക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ആ ഒരു സ്ട്രേഞ്ചർ എന്നുള്ള തിങ്കിങ് ഒക്കെ മാറി കിട്ടുന്നുണ്ട്. അങ്ങനെ അവര് നടന്നു പോകുന്ന വഴിക്ക് ദിനേശിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് മീര അവന്റെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് മനസ്സിലാക്കുന്നത്. അവൾ വിചാരിക്കുന്നത് അവളുടെ മെമ്മറി ലോസ് കാരണമാണ് അവൾ അത് ഓർത്ത് വെക്കാത്തതെന്നായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ ദിനേശ്, ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെക്കേണ്ടതല്ലേ എന്നാണ് മീര വിചാരിക്കുന്നത്. 2 ദിവസം എക്സ്ട്രാ അവർ ഈ ജപ്പാനിൽ താമസിച്ചത് ദിനേശിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന് അവൾ കരുതുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ അവളുടെ ആ ഒരു ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യണം. അവൾ ആ ഒരു എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും പോകണമെന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നുണ്ട്. അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ആ ഒരു ബെല്ലുണ്ടല്ലോ അത് താനെ അടിയുന്നത്. അവൻ അത് കാണുന്നുണ്ട്. താൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ദിവസം തന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് മീനനെ കിട്ടിയെന്ന് ആലോചിച്ച് അവനൊന്ന് സന്തോഷിക്കുന്നുണ്ട്. അവന് ഹെൽ വാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സ്ഥലത്തിനെ പറ്റി ഉള്ളിലേക്ക് ഇറങ്ങി ഡീറ്റെയിൽസ് എല്ലാം ദിനേശിന് അറിയാമായിരുന്നു. ഈ ഡീറ്റെയിൽസ് ഒക്കെ മീനക്ക് അവൻ പറഞ്ഞു കൊടുക്കാണ്. അവൻക്ക് ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ മീര അവനോട് നമ്മ തമ്മിൽ എങ്ങനെയാണ് സ്നേഹത്തിലായതെന്ന് വിശദീകരിച്ച് പറയാനായിട്ട് പറയുന്നുണ്ട്. അവനും നല്ല ഡീറ്റെയിൽ ആയിട്ട് അവൾ ഫസ്റ്റ് ടൈം ഓഫീസിൽ വന്നപ്പോ ഏത് ഡ്രസ്സായിരുന്നു ഇട്ടിരിക്കുന്നത്, എന്ത് കളർ ഡ്രസ്സ്, എന്ത് കളർ ഷാള്, എന്ത് കളർ ഷൂസ്, അതുപോലെ പെർഫ്യൂം വരെ അവൻ ഓർത്ത് വെച്ചിരിക്കുന്നത് അവളോട് പറയുന്നുണ്ട്. 1.5 വർഷം മുന്നേ നടന്ന ആ ഒരു കഥ അവൾ അതിൽ തന്നെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. ദിനേശ് ഇപ്പോ സംസാരിക്കുമ്പോഴെല്ലാം തന്റെ കണ്ണി നോക്കി സംസാരിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗെയിം പോലെ 60 സെക്കൻഡ് അവനോട് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ഗെയിമിൽ തോറ്റുപോകാതെ ഇരിക്കാൻ വേണ്ടി ദിനേശ് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ആ ഒരു നോട്ടം സഹിക്കാൻ പറ്റാതെ മീര അവൾ ആദ്യം കണ്ടെടുക്കാണ്. അവൾ ആ ഒരു ഗെയിമിൽ തോറ്റുപോകുന്നുണ്ട്. അവളിപ്പോ അവന്റെ കൂടെ വളരെ ഹാപ്പി ആയിരുന്നു. അവളുടെ ഡ്രീം ലിസ്റ്റിലുള്ള ഓരോ സ്ഥലങ്ങളും അവര് രണ്ടുപേരും കൂടി കാണാനായിട്ട് തുടങ്ങാണ്. ഒരു മെഷീനിൽ നിന്നും വീണ്ടും മീര ഒരു സ്നോമിക്കോ എടുക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റോക്ക് ഉള്ള സ്നോമിക്കോ തന്നെയാണ് അവൾക്ക് കിട്ടിയത്. ഈ സമയം അത് കിട്ടിയിട്ട് പോലും മീര സന്തോഷിക്കുന്നുണ്ട്. ദിനേശ് ആ സമയം പറയുന്നുണ്ട് അവളുടെ അടുത്ത് ഓൾറെഡി ഉള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇതെന്നും ഇനി നിനക്ക് ആകെ ഒരെണ്ണം മാത്രമേ സ്നോമിക്കോയിൽ കിട്ടാനുള്ളൂ, അത് ഷെഫ് സ്നോമിക്കോ ആണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീരയും അവളുടെ കയ്യിലുള്ള ആ ഒരു സ്നോമിക്കോ ബർത്ത്ഡേക്ക് ദിനേശിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണ്. ഇവളുടെ ലൈഫിൽ ഇന്നേ വരെ ഒരു സ്നോമിക്കോയും അവൾ ആർക്കും കൊടുത്തിട്ടില്ല. അത് അവളുടെ കയ്യിലുള്ള കളക്ഷൻ ആണെങ്കിൽ പോലും അവൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. നകുല് ചോദിച്ചിട്ട് പോലും അവൾ കൊടുത്തിട്ടില്ല. ഇപ്പൊ ദിനേശിനാണ് അവൾ അത് കൊടുത്തിരിക്കുന്നത്. ഇവര് രണ്ടുപേരും ഫോൺ ശരിയാക്കാനായി മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അവളുടെ ഫോൺ ശരിയായി കിട്ടുന്നുണ്ട്. നെറ്റ് ഓൺ ചെയ്തതും തുര മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നകുലിന്റെ ഒരു മെസ്സേജ് അവൾ കാണുന്നുണ്ട്. സോറി, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ചാൻസ് മാത്രം തരാനായിട്ട് അവൻ പറയാണ്. നീ എന്തിനാണ് ഇപ്പൊ എനിക്കൊരു ചാൻസ് തരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചെന്ന് ദിനേശിനോടാണ് മീര ചോദിക്കുന്നത്. കാരണം അവളുടെ മുന്നിൽ നകുൽ എന്ന് പറഞ്ഞത് ദിനേശ് ആയിരുന്നല്ലോ. ഇന്നലെ ഒരു ചെറിയ വഴക്കുണ്ടായി, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചതെന്ന് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾ അതിൽ തന്നെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. ദിനേശ് ഇപ്പോ സംസാരിക്കുമ്പോഴെല്ലാം തന്റെ കണ്ണി നോക്കി സംസാരിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലാവും. മീരയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ജപ്പാനിലെ സ്നോ ഫെസ്റ്റിവൽ കാണാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായി അവർ രണ്ടുപേരും പോകുന്നുണ്ടെങ്കിലും അവിടേക്ക് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അവൻ ആ ഒരു ടിക്കറ്റിന് വേണ്ടി ഒരുപാട് കെഞ്ചുന്നുണ്ടെങ്കിലും അവനക്ക് കിട്ടുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കേക്ക് എടുത്ത് മീരയും ഇപ്പൊ അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ക്യാൻഡിലും വെച്ച് അത് ഊതാനായിട്ട് പറയുന്നുണ്ട്. അവൻ ഊതുന്നതിന് മുമ്പ് അവന്റെ ഒരു വിഷ് സങ്കല്പിക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിഷ് മനസ്സിൽ കരുതി അവൻ ആ ഒരു ക്യാൻഡിൽ ഊതുന്നുണ്ട്. ഇപ്പൊ അവര് രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മീര ഇതുവരെ അവൻ പ്രപ്പോസ് ചെയ്യുന്നത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവനോടൊന്ന് പ്രപ്പോസ് ചെയ്യാനായിട്ട് പറയുന്നത്. മീരയുടെ കണ്ണി നോക്കി അവൻ അടിപൊളിയായിട്ട് തന്നെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ നല്ല രീതിയിൽ തന്നെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അവൻ ആ ഒരു പ്രപ്പോസ് ചെയ്യുന്നത് കേട്ട് മീര അതിൽ തന്നെ വീണു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണും വീണു പോകുമെന്ന് അവള് പറയുന്നുണ്ട്. ഇപ്പൊ സ്നോ ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ട്രെയിൻ വരാണ്. ഇത് തന്നെയായിരുന്നു ക്യാൻഡിൽ ഊതുന്ന സമയത്ത് അവൻ വിഷ് ചെയ്തിരുന്നത് എന്ന് മീരക്ക് മനസ്സിലാവുന്നുണ്ട്. അവര് രണ്ടുപേരും അങ്ങനെ ആ ഒരു ട്രെയിനിൽ കയറി ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിലെല്ലാം ദിനേശിന്റെ ഓരോ ബിഹേവിയറിലും അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു മീരക്ക്. അവര് ഒരു മെഷീനില് കോയിൻ ഇട്ട് സ്നോമിക്കോ നോക്കുന്ന സമയം അവൾക്ക് ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു ഷെഫ് സ്നോമിക്കോ തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സന്തോഷത്തില് അവള് ദിനേശിന് ലൈഫിൽ ഫസ്റ്റ് ടൈം കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവള് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതും ആകെ സ്തംഭിച്ചു നിൽക്കുന്ന ദിനേശും എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അവളോടും പറയാണ്. ഇപ്പൊ അവിടെ ഡാൻസ് പ്രോഗ്രാം എല്ലാം നടക്കുമ്പോ അവരുടെ കൂടെ കയറി മീരയും ഡാൻസ് എല്ലാം കളിക്കുന്നത് ദിനേശ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവൾ അന്ന് അത്രത്തോളം ഹാപ്പി ആയിരുന്നു. മീരയ്ക്ക് ഇപ്പോ അവന് ഒരു സ്ട്രേഞ്ചർ ആയിട്ട് തോന്നിയതെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അവനോട് ഇപ്പോ അവൾക്ക് നല്ല ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെ റൂമിലേക്ക് വരാണ്. ഇഷ്ടം കൊണ്ട് മീര ഇപ്പൊ അവനെ കിസ്
ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അവൻ അകത്തി നിർത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സമയത്ത് എല്ലാ സത്യങ്ങളും അവളോട് അവൻ തുറന്നു പറയാണ്. കാരണം അവള് ഐ ലവ് യു പറയുന്ന സമയത്ത് പോലും നകുലെന്ന് കൂട്ടിച്ചേർത്തിരുന്നു. ദിനേശ് ഇപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. നമ്മളുടെ ഓഫീസിലെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാനെന്നും നീ സ്നേഹിച്ചിരുന്നത് നമ്മളുടെ ബോസ് ആയിട്ടുള്ള നകുലിനെ ആണെന്നും അവൻ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ മീരയും കരഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തിട്ടൊന്ന് കൊടുത്ത് പുറത്തു പോകാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നകുൽ ആരാണെന്ന് നോക്കാൻ വേണ്ടി അവളും അവളുടെ ഫോൺ എടുത്ത് അതിലെ ഫോട്ടോസ് എല്ലാം നോക്കുമ്പോൾ നകുലിന്റെ കൂടെയുള്ള ആ ഒരു ഫോട്ടോസ് എല്ലാം അവൾ കാണുന്നുണ്ട്. ആ ഒരു നമ്പറിലേക്ക് അവൻ വിളിച്ചു നോക്കുന്നുമുണ്ട്. നകുൽ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നകുൽ ഉണ്ടായിരുന്നത് അവന്റെ ഭാര്യയായിട്ടുള്ള ഋതുവിന്റെ കൂടെയാണ്. അതുകൊണ്ട് അവനക്ക് മര്യാദക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഋതുവിന്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും മാറാൻ വേണ്ടി വോയിസ് ബ്രേക്ക് ആവുന്നു എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. മീര അപ്പോഴും ചോദിക്കുന്നത് നീ എന്റെ ബോയ് ഫ്രണ്ട് ആണോ, നീ നകുലാണോ എന്നാണ്. അതിനൊന്നും മറുപടി പറയാതെ നകുലു നീ എന്ത് പ്രാന്തായി കാണിക്കുന്നത്, എന്റെ ഭാര്യ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് കേട്ട അവള് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. താൻ സ്നേഹിക്കുന്ന പയ്യനും ഭാര്യയോന്ന് അവൾ ആലോചിക്കുകയാണ്. ആകെ തകർന്നു പോയ അവളും വിൻഡോയിലൂടെ പുറത്തു നോക്കുമ്പോൾ താഴെ ദിനേശ് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവനോട് എല്ലാ സത്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതിയ അവളും അവന്റെ അടുത്തേക്ക് പോകാണ്. നകുലിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവനോട് അവള് ചോദിച്ചറിയുന്നുണ്ട്. അവൻ കല്യാണം കഴിച്ചതായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നോ എന്നാണ് അവള് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്. അവനും അത് നിനക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ ഒരാളെ താൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മീരക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നീയല്ല അതിലെ തെറ്റുകാരിയെന്നും നകുലാണ് നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. അയാളും അയാളുടെ ഭാര്യയും തമ്മില് പിണക്കത്തിലാണെന്ന് നിന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടാണ് നീ അയാളെ സ്നേഹിച്ചതെന്നല്ല നകുല് വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജപ്പാനി വന്നതിന് ശേഷമാണ് അവന്റെ ഭാര്യയായിട്ട് അവൻ ഓക്കെ ആണെന്നും അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യവും അവൾ അറിഞ്ഞതെന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മീര ദിനേശിനോട് നടക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അവൾ ആ സമയത്തെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വെച്ച് കണ്ട ആ ഒരു ബെല്ല് നോക്കി ദിനേശ് പറയുന്നുണ്ട്, നിനക്ക് എന്ത് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു മണി അടിച്ചിട്ട് പറഞ്ഞാ മതി എന്ന്. നിന്നെ ഒരു ദിവസത്തേക്ക് ഗേൾഫ്രണ്ട് ആയി കിട്ടണമെന്ന് ആ ഒരു മണിയുടെ മുന്നിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്കത് നടന്നതെന്നല്ല. വിഷമിച്ചിരിക്കുന്ന മീരയെ സന്തോഷിപ്പിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ദിനേശ് ചെയ്യുന്നുണ്ട്. കോമാളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, അവളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, ചിരിപ്പിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ആ ഒരു സ്ട്രേഞ്ചറിൽ നിന്ന് വീണ്ടും പ്രണയത്തിലാവുകയാണ്. ദിനേശിനെ അവൾക്ക് ശരിക്കും ഇഷ്ടമായി തുടങ്ങുന്നുണ്ട്. അവസാനം ആ ഒരു ബെല്ലുള്ള സ്ഥലത്ത് മീര അവന്റെ അടുത്ത് ചെന്ന് അവനക്ക് ഒരു ഉമ്മ കൊടുത്ത് എന്തോ ഒന്ന് വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ നാളത്തോടുകൂടി ഈ ഓർമ്മകളെല്ലാം അവളിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ദിനേശിനെ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവാൻ വേണ്ടി അവളും ഫോണില് അവളുടെ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഒരു ദിവസം കൊണ്ടാണ് ദിനേശിനോട് ഇഷ്ടം തോന്നിയതെന്നും നാളെ നിനക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ഈ ദിവസമാണ് നീ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്ന ദിവസം. അവന്റെ പേര് ദിനേശ് എന്നാണെന്നും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന്റെ നമ്പറും എല്ലാം ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ദിനേശിനെ വിളിക്കണമെന്നും അവൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ ചെന്ന് ദിനേശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ദിനേശിന്റെ മടിയിൽ കിടന്നാണ് അവൾ ഉറങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ദിനേശൻ ആരാണെന്ന് ചോദിച്ച് സെക്യൂരിറ്റിയെ വിളിക്കുന്നത് പോലെയും അതുപോലെ തന്നെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കളിയാക്കി ചിരിച്ച ആ ഒരു വീഡിയോ ഫേക്ക് ആണെന്ന് പറയുന്നു കരുതിയ ദിനേശ് അവളുടെ ഫോണിൽ അവൾ റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. രാവിലെ തന്നെ മീരക്ക് ആ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് വേക്കപ്പ് കോൾ വരുന്നുണ്ട്. ഇന്നാണ് ഫ്ലൈറ്റ് എന്നും പറഞ്ഞിട്ട് അവളുടെ പാസ്പോർട്ടും ബാഗ്സും എല്ലാതും ആരോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല റൂം ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. ഇപ്പോഴും നകിൽ അവൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മീര ആ ഒരു ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. സ്നോ ഫെസ്റ്റിവലിനെ കുറിച്ച് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ പോയില്ല എന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ട ദിനേശിനും അവളുടെ ഓർമ്മയെല്ലാം പോയി എന്ന് ഉറപ്പ് വരുന്നുണ്ട്. ഒരേ ബസ്സിൽ അപരിചിതരെ പോലെയാണ് അവര് തിരിച്ചു പോകുന്നത്. ഓഫീസിലേക്ക് വന്ന ആ ഒരു ദിവസം തന്നെ മീര നകുലിന് റെസിഗ്നേഷൻ ലെറ്ററും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയം ആ ഒരു ലിഫ്റ്റില് ദിനേശ് ഉണ്ടായിരുന്നു. ദിനേശിന് അവൾ പോവുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അവൾക്ക് അറിയില്ലായിരുന്നല്ലോ അവളുടെ കൂടെ ആ ഒരു ലൈഫ് മൊത്തം ഉണ്ടാവേണ്ട ഒരാളാണ് ദിനേശ് എന്ന്. അതുകൊണ്ട് അവളൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് എന്തോ മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവള് തിരിഞ്ഞു നോക്കുന്നത്. അതിനു മുന്നേ തന്നെ ലിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മീര അവളുടെ ഫ്രണ്ടിനോട് ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെടുത്തിയത് പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ്. ആ ഒരു ഫ്രണ്ട് പറയുന്നത് നിനക്ക് ചിലപ്പോൾ നകുലിനെ മിസ് ചെയ്യുന്നുണ്ടാവുന്നതാണ്. എന്നാൽ നകുല് പോയതില് മീരക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം ഇപ്പോഴെങ്കിലും അത് അറിയാൻ പറ്റിയല്ലോ, അതാണ് മീര വിചാരിക്കുന്നത്. അതല്ലാതെ അവള് ലൈഫിൽ എന്തോ മിസ് ചെയ്യുന്നുണ്ട്, എന്തോ എനിക്ക് ഇഷ്ടമുള്ള സംഭവം എനിക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവള് പറയുന്നുണ്ട്. ഫ്രണ്ടിനെ കൊണ്ടുവന്ന്
എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി അവള് ബാഗ് തുറക്കുമ്പോഴാണ് അതിൽ നിന്ന് അവൾക്ക് സ്നോമിക്കോയെ കിട്ടുന്നത്. അവളുടെ കളക്ഷനിൽ ഇല്ലാത്ത ഒരു സ്നോമിക്കോ ആയിരുന്നു അത്. അതെങ്ങനെ അവൾക്ക് കിട്ടിയെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ എഴുതി വെച്ചിരുന്ന ആ ഒരു ഡ്രീം ലിസ്റ്റ് എല്ലാം ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലങ്ങളിലെല്ലാം അവൾ പോയോ എന്ന് അവൾക്ക് ഡൗട്ട് തോന്നാണ്. ഇനി ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് കരുതി അതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് അവൾക്ക് കിട്ടുന്നത്. TGA എന്ന് പറഞ്ഞ ഒരു അസുഖം അവൾക്ക് വന്നിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അത് അവള് വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ ഒരു ദിവസത്തെ മെമ്മറി ലോസ് ആണെന്നും അറിയാൻ സാധിക്കുകയാണ്. അവളുടെ ഫോൺ എടുത്ത് വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവൾ അന്നത്തെ ദിവസം എല്ലായിടത്തും പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവാണ്. അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു വീഡിയോസിലെല്ലാം അവള് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഉള്ളത്. അതുപോലെ തന്നെ തന്റെ കൂടെ ആരോ ഉണ്ടെന്നുള്ളതും ആ ഒരു വീഡിയോയിലൂടെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആരോ കൈ അവള് പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷെ ആരാണെന്ന് അതിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. ദിനേശു ഈ സമയം മീരയെ ആലോചിച്ച് വലിയ ഡിപ്രഷനിലായിരുന്നു. മീരക്കും ഇതാലോചിച്ച് ഒട്ടും തന്നെ ഉറക്കേ ഉണ്ടായിരുന്നില്ല. അവൾ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെ നമ്പറിലേക്ക് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അവസാനം ആ ഒരു ഡോക്ടറെ കണക്ട് ചെയ്യുന്നുണ്ട്. അന്ന് നിനക്ക് ബാധിച്ച രോഗം ഇതായിരുന്നെന്ന് ആ ഒരു ദിവസം നിന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ കൂടെ ഉണ്ടായിരുന്നെന്നല്ല അവളോട് ഡോക്ടർ പറയുന്നുണ്ട്. അവന്റെ പേര് ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അന്ന് അവനൊരു ഗ്ലാസ് വെച്ചിരുന്നു എന്നും ആ ഗ്ലാസ്സിൽ ഒരു സൂചി പിന്നെ ഉണ്ടായിരുന്നു എന്നും അവളോട് ഡോക്ടർ പറയുന്നുണ്ട്. അവൾ ഉറക്കില്ലാതെ ആ ഒരാൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ദിനേശിനെ അവന്റെ അമ്മ ഒരുപാട് വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അമ്മ ഇപ്പൊ അവനെ കാണാനായിട്ട് അവന്റെ റൂമിലേക്ക് എത്തുന്നുണ്ട്. താടി മീശ എല്ലാം വളർന്ന് ദിനേശ് ആകെ ഡിപ്രഷനിലായിരുന്നു. അമ്മയോട് അവൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടാണ് ആ ഒരു പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്, ഇനിയും ഇഷ്ടപ്പെടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നീ എന്തിനാണ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? അത് ചെയ്യണ്ടായിരുന്നു എന്നെല്ലാം അമ്മ പറയുന്നുണ്ട്. അപ്പോഴാണ് ദിനേശിനും താൻ എന്തിനാണോ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് അവളെ പോയി മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ദിനേശ് മീരയോട് പോയി സംസാരിക്കുന്നുണ്ട്. അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ അഭിനയിച്ചില്ലേ, അതേ ഡയലോഗ് തന്നെ അവൻ മീരയോട് പറയുന്നുണ്ട്. മീര അവൻ സംസാരിക്കുമ്പോഴെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്ട്രേഞ്ചർ ആണ് അവനെങ്കിലും അവൾക്ക് എന്തോ മുന്നേ എപ്പോഴോ പരിചയമുള്ളത് പോലെ തോന്നാണ്. ഒരു കോഫി കുടിക്കാനായിട്ട് ദിനേശ് അവളെ വിളിക്കുമ്പോഴും അവള് പറയുന്നത് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയാലോ എന്നാണ്. ദിനേശ് അപ്പൊ സന്തോഷത്തോടുകൂടി ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ നീ എന്ത് ധൈര്യത്തിലാണ് പോകുന്നതെന്ന് ഫ്രണ്ട് മീരയോട് ചോദിക്കുകയാണ്. അവനെ എനിക്കൊരു സ്ട്രേഞ്ചർ ആയിട്ട് തോന്നുന്നില്ല, മുന്നേ എപ്പോഴോ നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു. അവനായിരുന്നു എന്റെ കൂടെ എനിക്ക് ഡൗട്ട് ഉണ്ടെന്നല്ല ഫ്രണ്ടിനോട് മീര പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ലഞ്ച് കഴിക്കാനായി അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. പരസ്പരം അവർക്കൊന്നും മിണ്ടാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ ഓഫീസിൽ തന്നെ IT ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നെന്നും ഇപ്പൊ ജോലി റിസൈൻ ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ ജപ്പാൻ ട്രിപ്പിൽ നീ വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അത് വന്നിരുന്നു, അതിനുശേഷമാണ് റിസൈൻ ചെയ്തതെന്നാണ് പറയുന്നത്. അവന്റെ കണ്ണട പുതിയതാണെന്ന് മീരക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പൊട്ടിയപ്പോ മാറ്റിയതാണെന്ന് അവൻ പറയാണ്. ജപ്പാനിൽ വെച്ചാണോ പൊട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ അതേ എന്നും പറയുന്നുണ്ട്. അവൾക്ക് എന്തോ ഡൗട്ട് തോന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നോമിക്കുവിനെ അവൾ ടാബിളിൽ എടുത്ത് വെക്കുന്നുണ്ട്. എന്റെ കൂടെ നീ ആയിരുന്നോ അന്ന് ജപ്പാനിൽ ഉണ്ടായിരുന്ന ആ ഒരു ദിവസം എന്ന് മീര ചോദിച്ചതും അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ടോന്നാണ് ദിനേശ് തിരിച്ചു ചോദിക്കുന്നത്. അവൾക്ക് എന്നാ ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദിനേശിനെ അവൾക്ക് നന്നായി തന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവനോട് അവള് പറയാണ്. എന്താണ് അന്ന് എക്സാക്ട് ആയിട്ട് സംഭവിച്ചതെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ മീരയുടെ ഫോൺ വാങ്ങി ദിനേശും അതിൽ അവൻ ഡിലീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വീഡിയോ ഏതോ ഒരു ഫോൾഡറിൽ നിന്ന് എടുത്ത് അവൾക്ക് തന്നെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതും മീര കരയാണ്. കൂട്ടത്തില് ദിനേശും കരയുന്നുണ്ട്. അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹം വീണ്ടും അവിടെ പുനർജനിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ഉണ്ടായ സ്നേഹം നഷ്ടമാകില്ല എന്നുള്ള ഒരു മെസ്സേജോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്